താങ്കളുടെ പെർസ്പെക്റ്റീവില് ഫ്യൂച്ചർ ഓഫ് ഇന്ത്യ എങ്ങനെയാണ്? അവർ കൂടുതൽ ഇന്റഗ്രേറ്റ് ചെയ്യപ്പെടാനാണോ സാധ്യത? അതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു വലിയ പ്രശ്നം, മുസ്ലിങ്ങൾ വോട്ട് ബാങ്ക് പവറായി മാറുന്ന സമയത്ത് അത് ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികൾക്ക് കുറച്ചുകൂടി ശക്തി പകരുന്ന രീതിയാണ് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്. അപ്പം നമ്മൾ ഈ സെക്യുലർ ഫോഴ്സിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം. സെക്യുലറിസം ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. മുസ്ലിം ഫണ്ടമെൻ്റലിസ്റ്റുകൾ ചെയ്യുന്നൊരു അപകടം, അവർ സമൂഹത്തിന് ഒറ്റപ്പെടുന്ന രീതിയിലേക്ക് അവർ തന്നെ സ്വയം മാറുകയാണ്. ഞങ്ങൾ വേറെയാണ്, ഞങ്ങൾ വേറെ. അതിന് പകരം സെക്യുലർ ഫോഴ്സിനെ ശക്തിപ്പെടുത്തുക. അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം നിലനിൽക്കണമെങ്കിൽ ഭരണഘടന നിലനിൽക്കണം. ആർട്ടിക്കിൾ 25 ആണ് നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം സ്വന്തം മതത്തിൽ വിശ്വസിക്കാനും ആ മതം പ്രാക്ടീസ് ചെയ്യാനും അത് പ്രചരിപ്പിക്കാനും നമുക്ക് ആർട്ടിക്കിൾ 25 അധികാരം നൽകുന്നുണ്ട്. ആ ആർട്ടിക്കിൾ 25 നിൽക്കുന്നത് ഈ ഭരണഘടന നിൽക്കുന്നതുകൊണ്ടാണ്. ഈ ഭരണഘടന നിൽക്കുന്നത് ഒരു സെക്യുലർ രാജ്യമായതുകൊണ്ടാണ്. അപ്പോൾ സെക്യുലർ രാജ്യത്തിൽ നിലനിർത്തുകയാണെന്നാണ് ഓരോ സാധാരണ ഒരു പൗരനെന്ന നിലയിൽ മുസ്ലിമിന് വരുന്ന ഉത്തരവാദിത്വം. ഒരു പൗരനെന്ന നിലയിൽ വരുന്ന ഉത്തരവാദിത്തമാണത്, മുസ്ലിം എന്ന നിലയിൽ വരുന്ന ഉത്തരവാദിത്തമല്ല.